കേരളം ഏപ്രിൽ 9 ബൂത്തിലേക്ക്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുക. മെയ് 4 വോട്ടെണ്ണൽ. വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒന്നാം ഘട്ടം ഏപ്രിൽ 23 രണ്ടാം ഘട്ടം ഏപ്രിൽ 29 നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 25 സീറ്റുകളിൽ പാർട്ടി മത്സരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാനങ്ങാടിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, തിരൂരങ്ങാടിൽ അജിത് കൊളാടി, മഞ്ചേരിയിൽ PK മുസ്തഫ, ഏർനാടിൽ ഷഫീർ കീഴ്ശ്ശേരി, നാദാപുരത്ത് P വസന്തം, മണ്ണാർക്കാടിൽ മൻസിൽ അബൂബക്കർ, പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹ്സിൻ, തൃശൂരിൽ ആലങ്ങോട് ലീലാകൃഷ്ണൻ, നാട്ടികയിൽ ഗീതാ ഗോപി, ഒള്ളൂരിൽ K രാജൻ, കയ്പമംഗലത്ത് KK വത്സരാജ്, കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ, പറവൂരിൽ ED ടൈസൺ മാസ്റ്റർ, മൂവാറ്റുപുഴയിൽ N അരുൺ, പീരുമേടിൽ K സലീംകുമാർ, ചേർത്തലിൽ P പ്രസാദ്, ഹരിപ്പാടിൽ TT ജിസ്മോൻ, വൈക്കത്ത് P പ്രദീപ്, അടൂരിൽ പ്രിജി കണ്ണൻ, പുനലൂരിൽ അജയ് പ്രസാദ്, കരുനാഗപ്പള്ളിയിൽ MS താര, ചടയമംഗലത്ത് ചിഞ്ചുറാണി, ചാത്തന്നൂരിൽ R രാജേന്ദ്രൻ, നെടുമങ്ങാട് GR അനിൽ, ചിറങ്കീഴിൽ മനോജ് B ഇടമന എന്നിവരാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPIM. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചർ, മട്ടന്നൂരിൽ VK സനോജ്, ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ്, തിരുവമ്പാടിൽ ലിൻഡോ ജോസഫ്, തൃത്താലയിൽ MB രാജേഷ്, ആലുവയിൽ AM ആരിഫ് തുടങ്ങിയ 75 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 11 മണ്ഡലങ്ങളിൽ സ്വതന്ത്രരാണ് മത്സരിക്കുന്നത്. അതിൽ 6 പേരെ പ്രഖ്യാപിച്ചു. ഇനി 5 പേരെ പിന്നീട് പ്രഖ്യാപിക്കും. നിയമസഭാ സീറ്റിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളുമായി തെറ്റി നിൽക്കുന്ന K സുധാകരനെ അനുനയിപ്പിക്കാനുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കം പാളി. പാർട്ടിയെ വെട്ടിലാക്കരുതെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും ഡൽഹിയിലേക്ക് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ രമേശിന്റെ ആവശ്യം K സുധാകരൻ തള്ളി. കണ്ണൂർ നിയമസഭാ സീറ്റിൽ തന്നെ മത്സരിക്കുമെന്നും ഈ വിഷയത്തിൽ ഇനി ഡൽഹിയിൽ ചർച്ചയ്ക്ക് വരില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഗുജറാത്തിൽ 20 ജില്ലകളിലായി 2.5 ലക്ഷം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുണ്ടെന്ന് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അറിയിച്ചു. ഇവരിൽ ഏകദേശം 1.69 ലക്ഷം പേർ ഭാരക്കുറവുള്ളവരാണ്. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് 36,805 പേർ ഗുരുതര ഭാരക്കുറവുള്ളവരാണെന്നും ചോദ്യോത്തരവേളയിൽ കോൺഗ്രസ് MLA-മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ വനിതാ ശിശു വികസന മന്ത്രി മനീഷ വക്കീൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആദ്യമായി പ്രതികരിച്ച് ഹമാസ്. US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനുള്ള അവകാശം ഇറാനുണ്ടെന്നും എന്നാൽ അയൽ രാജ്യങ്ങളെ ലക്ഷ്യമിടരുതെന്നും ഹമാസ് അഭ്യർത്ഥിച്ചു. പലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ അനുകൂലിക്കുന്ന രാജ്യമാണ് ഇറാൻ. സംഭവത്തിൽ ആദ്യമായാണ് ഹമാസ് പരസ്യ പ്രതികരണം നടത്തുന്നത്. യുദ്ധസമയത്ത് ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ് നടനും തമിഴ് വെട്രി കഴകം നേതാവുമായ വിജയെ NDA മുന്നണിയിൽ എത്തിക്കാൻ BJP നീക്കം സജീവം. DMK വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് BJP ഈ തന്ത്രം ആവിഷ്കരിക്കുന്നതെന്നാണ് സൂചന. ഉപമുഖ്യമന്ത്രി പദവും 80 സീറ്റുകളും BJP വാഗ്ദാനം ചെയ്തതായി അഭ്യൂഹങ്ങളുണ്ട്. പാർട്ടി ഈ വാർത്തകൾ തള്ളി. കവടിയാർ കൊട്ടാരത്തിൽ 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളത്. എയർ ഇന്ത്യയും ഇൻഡിഗോയും UAE-യിലേക്കുള്ള ഇന്നത്തെ എല്ലാ വിമാന സർവീസുകളും അടിയന്തരമായി റദ്ദാക്കി. UAE അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. റദ്ദാക്കിയതിന്റെ വ്യക്തമായ കാരണം എന്താണെന്ന് വിമാന കമ്പനികൾ പറഞ്ഞിട്ടില്ല. വിമാന കമ്പനികൾ നേരത്തെ തന്നെ പല സ്ഥിരം സർവീസുകളും മാർച്ച് 28 വരെ റദ്ദാക്കിയിരുന്നു. ജനകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.